ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടിയിൽ ഒരാൾ വന്ന് നമ്മളടുത്ത് അസഭ്യം പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിട്ട് കേസ് ഫയൽ ചെയ്യും. എന്നാൽ ആ നോട്ട് ചെയ്ത് വയ്ക്കുന്ന നമ്പർ വെച്ച് നമുക്ക് RC ഓണറെ കണ്ടുപിടിക്കാൻ കഴിയും. അത് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ ബ്രൗസർ ഓൺ ചെയ്യുക. ബ്രൗസർ ഓൺ ചെയ്തതിന് ശേഷം kerala.mpd.gov.in എന്ന വെബ്സൈറ്റിൽ പോവുക. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൽ വന്നതിന് ശേഷം താഴെ വലത് ഭാഗത്തായി ഇൻഫർമേഷൻ സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ വെഹിക്കിൾ ഡീറ്റെയിൽസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പണായി വരുന്നത് കാണാം. അതിൽ ആദ്യത്തെ ഓപ്ഷൻ വണ്ടിയുടെ നമ്പർ കൊടുക്കാനാണ്. നമുക്ക് ഏത് വണ്ടിയുടെ ഡീറ്റെയിൽ ആണോ അറിയേണ്ടത് ആ വണ്ടിയുടെ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക. എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ചേസ് നമ്പർ കൊടുക്കാനാണ്. അത് അറിയാമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ ഓപ്ഷൻ വന്നിട്ട് ക്യാരക്ടർ എൻറ്റർ ചെയ്യാനാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ആ ക്യാരക്ടർ അതുപോലെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഗെറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ എൻറ്റർ ചെയ്ത വണ്ടിയുടെ നമ്പറിലുള്ള ഡീറ്റെയിൽസ് എല്ലാം വന്നതായിട്ട്. വണ്ടിയുടെ RC ഓണർ ആരാണ്, വണ്ടി എടുത്ത ദിവസം, വണ്ടിയുടെ ടാക്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇനി ഈ സൈറ്റിലുള്ള മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാൻ പോവുകയാണ്. ആ വണ്ടിയുടെ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ടാക്സ് അടച്ച ഡേറ്റ്, ടാക്സ് മുടക്കമുണ്ടോ, വണ്ടിയുടെ മാനുഫാക്ചറിങ് ഡേറ്റ്, ഇനി അടുത്ത ടാക്സ് അടയ്ക്കേണ്ടത്, വണ്ടിയുടെ ഫ്യൂവൽ ടൈപ്പ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ടെക്നോളജി പരമായ പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.